രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും, ഷബ്ന പാലക്കാട് നിന്നും വിശദാംശങ്ങളുമായി ചെയ്തു. ആദ്യം ഷഫീദിലേക്കാണ്. ഷഫീദ്, എന്തൊക്കെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉപാധികൾ? ഈ 15-ാം തീയതിയാണ് ആദ്യത്തെ ബലാത്സംഗ ഗർഭചിത്ര കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയാനിരിക്കുന്നത്. ഈ 15-ന് തന്നെ ഈ രണ്ടാമത്തെ കേസിലും രാഹുൽ ഹാജരാകണം. അതായത് ഈ 15-നിടയിൽ എപ്പോഴെങ്കിലും രാഹുൽ വെളിച്ചത്ത് വരാനുള്ള സാധ്യത അത് എത്രത്തോളമാണ് ഷഫീദ്? സുഹൈൽ, രാഹുലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അതായത് ആദ്യത്തെ കേസടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. രണ്ടാമത്തെ കേസിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ തടയാൻ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ചില വാദങ്ങൾ. എന്നാൽ ആ വാദങ്ങൾക്കപ്പുറത്തേക്ക് പ്രതിഭാഗം ഈ അന്വേഷണവുമായി സഹകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വാദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 3 പ്രധാനപ്പെട്ട ഉപാധികൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അന്വേഷണവുമായി പൂർണ്ണ അർത്ഥത്തിലുള്ള സഹകരണം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തണം. രണ്ടാമത്തേത് ഈ ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള നീക്കം അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. മൂന്നാമത്തേത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ ഹാജരാകണം എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നാലും അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നുള്ളതാണ് ഉപാധി. അറസ്റ്റ് രേഖപ്പെടുത്താം അന്വേഷണ സംഘത്തിന്, അതിന് തടസ്സമില്ല. മാത്രവുമല്ല, അറസ്റ്റ് രേഖപ്പെടുത്തി കേസിന്റെ തുടർ നടപടികൾക്ക് ആവശ്യമായിട്ടുള്ള തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് നടത്താം എന്നൊക്കെയുള്ള ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. കോടതി ഓർഡർ പുറത്തിറങ്ങിയാൽ മാത്രമേ എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളത് ക്ലാരിറ്റിയിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും നമുക്കറിയാം, ഇതേ കോടതി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന ഭ്രൂണഹത്യ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയത്. അതിനുശേഷം ആ കേസിൽ ഹൈക്കോടതിയിൽ പോയി 15-ാം തീയതി വരെ നോട്ട് ടു അറസ്റ്റ് വിധി തേടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ആദ്യ കേസിൽ മുഖ്യമന്ത്രിക്ക് ഈ പെൺകുട്ടി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 13 ദിവസമായി ഒളിവിൽ തുടരുകയാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണ സംഘം നടത്തിയെങ്കിലും രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. ആദ്യ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് അറസ്റ്റ് രേഖപ്പെടുത്താം, പക്ഷേ അദ്ദേഹത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടയക്കണം എന്നുള്ളതാണ് ഉപാധി. ഈ ഒരു സാഹചര്യത്തിൽ നാളത്തെ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തുമോ എന്നൊക്കെയുള്ളതാണ് ഉയരുന്ന ചോദ്യം. പക്ഷേ അപ്പോഴും രാഹുലിന് മുൻപിൽ അറസ്റ്റ് എന്നൊരു ഭീഷണിയുണ്ട്. അന്വേഷണ സംഘത്തിന് ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ എവിടെ നിന്ന് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, പക്ഷേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടയക്കണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ഉപാധിയായി പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും. അത് കോടതി ഓർഡർ പുറത്തിറങ്ങിയാൽ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് ഇപ്പോൾ 2 കേസിലും അദ്ദേഹം ഫ്രീ ആണ്. പക്ഷേ നിയമ നടപടികൾ നേരിടണം. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ട സാഹചര്യവുമുണ്ട്. സുഹൈൽ, മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി പകർപ്പ് വരണം, മറ്റു വിശദാംശങ്ങൾ അറിയാൻ. എന്തായാലും തൽക്കാലം ജയിലിൽ പോകേണ്ടെന്ന കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് 15 വരെ സേഫ് ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.